വിളക്ക് വെച്ച് വരുന്നതിന് മുമ്പ് പോകാനാണ് ധൃതി. ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോ തുടങ്ങും പോണം പോണം പോണെന്ന്. കലക്ടർ പോലും 5 മണി വരെ ഓഫീസിൽ ഇരിക്കും. വിളിമാർക്കോ 3 മണിയാവുമ്പോ പോണം. 3 ജോലിക്കാരുണ്ടായിരുന്ന വീട്ടിൽ നിന്ന് വന്നവളാണ് ഞാൻ. ഈ ടൗണിൽ വന്നൊന്ന് തുടങ്ങിയത് എന്റെ കഷ്ടകാലം. സ്റ്റൗ കേടായെന്ന് പറഞ്ഞല്ലോ, ഞാൻ നന്നായി തരാം. എടാ രഹ്മാനെ ഇവന്റെ ഒടുക്കത്തെ റിപ്പയർ. നീ ഇതൊന്നും ചെയ്യണ്ടാന്ന്. ഇത്താത്ത ധൃതി പിടിച്ച കാര്യം നടക്കില്ല, ഇതിന് കുറെ സമയം എടുക്കുന്നേ. ഓ, നീ ഇതൊന്നും ചെയ്യണ്ടാന്ന് പറഞ്ഞില്ലേ? പോയൊരു പാക്കറ്റ് വെള്ളം എടുത്തോണ്ടോ പോ. ഓ, ഒരു ചെവിയും കൊണ്ട് തോറ്റു. ഇത്താത്ത ഈ ചെരുപ്പ് മതിയോ അതോ മറ്റേ ചെരുപ്പ് വേണോ? ഓ എന്റെ പഠിച്ചോനെ, നിന്നോടൊക്കെ ഞാൻ പറഞ്ഞല്ലോ, എന്തിനാണ് ആ കുന്തരാണ് മാറ്റി വെച്ചിരിക്കുന്നത്? എടുത്ത് ചെവി വെച്ചൂടെ? എല്ലാത്തിനും എന്റെ കയ്യിൽ തന്നെ ചെല്ലണം. ഷോപ്പിങ്ങിന് പോകുമ്പോഴേ പറഞ്ഞതാ ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന്. എല്ലാവർക്കും ഇവിടുന്ന് കഴിച്ചേ ഇറങ്ങും. ആരോടായി ഒറ്റയ്ക്ക് സംസാരിക്കുന്നത്? ഒന്നുമില്ല. ചോറ് വിളമ്പ്, ഞാൻ ഡ്രസ് മാറിയിട്ട് വരാം. ഓ, വിളമ്പിത്തരാമേ. ഭാര്യ മരിച്ചതിൽ പിന്നെ മാത്യൂസിനെ പണിയിലോട്ട് കാണാറില്ലല്ലോ. ഓ, അച്ഛൻ എന്തിനാ അങ്ങോട്ട് വന്നത്? എനിക്ക് മാത്യൂസിനോട് ഒരു പ്രത്യേക കാര്യം പറയാനുണ്ടായിരുന്നു. നമ്മുടെ പള്ളി പുതുക്കി പണിയുന്ന കാര്യം മാത്യൂസ് അറിഞ്ഞു കാണുമല്ലോ. നമ്മുടെ പള്ളിയുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. ഈ സംരംഭത്തിലേക്ക് മാത്യൂസിൽ നിന്നും നല്ലൊരു സംഭാവന പള്ളി പ്രതീക്ഷിക്കുന്നു. മിസ്റ്റർ മാത്യൂസ് എന്താണെന്നും മിണ്ടാത്തത്? അച്ഛോ, ഉള്ള കാര്യമൊന്ന് തുറന്നു പറഞ്ഞേക്കാം. എനിക്ക് നിങ്ങളുടെ പള്ളിയിലും പള്ളി പണിയുന്നതിലും വിശ്വാസമില്ല, താല്പര്യമില്ല. അതിന് ഡൊണേഷൻ തരാൻ എൻ്റെ പണവുമില്ല. പിന്നെ അച്ഛന് സ്വന്തം കാര്യം വല്ലതും ഉണ്ടെങ്കിൽ പറ, ഞാൻ സഹായിക്കാം. ഐ എം വെരി സോറി. ഞാൻ വരാൻ പാടില്ലാത്തൊരിടത്തേക്കാണ് വന്നത്. ഞാൻ വരട്ടെ. എക്സ്ക്യൂസ് മീ, എനിക്ക് കുട്ടിയോട് ഒരു കാര്യം പറയാനുണ്ട്. പ്ലീസ്. നീ ഏതായാലും ദിവസവും കുളിക്കണ്ടല്ലോ, ഇതുകൂടി ഒന്ന് കഴിയൂടാ ഷവി. നാറിയിട്ട് വഴിയിലൂടെ കഴിവേറി ബെൻഡിങ് അടുത്ത് അരഞ്ഞാച്ചരുടെ കെട്ടുന്ന പാർട്ടിയല്ലേ നീ പോടേ. ആഹാ, നീ സംസാരിക്കൊക്കെ പഠിച്ചല്ലേ? തീർച്ചയായും പറയാം. അത് കഴിഞ്ഞ പ്രാവശ്യം വരായിരുന്നത് എക്സാം ആയിരുന്നു. ഇന്ന് രാത്രി പുറപ്പെടുന്ന 10:30 ഫാസ്റ്റിന് ഞാൻ പുറപ്പെടും. ഇവിടെ പാവം, നീ മെസ്സിന് പൈസ എടുത്തില്ലേ? ഇല്ല. നോട്ടീസ് ബോർഡിൽ നിന്റെ പേര് വന്നിട്ടുണ്ടല്ലോ. ഞാനും കണ്ടു. വീട്ടിൽ നിന്ന് പൈസ വന്നില്ലേ? ഇല്ല. എന്താ ഇത്ര ലേറ്റ് ആണ്? നീ ടെലഗ്രാം കൊടുക്കണ? അമ്മാവൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണും, അല്ലെങ്കിൽ മണിയോട് നേരത്തെ വന്നേ. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്തെങ്കിലും പൈസ ഇല്ലാണ്ടായല്ലോ. എടാ, ഞാനിപ്പോ വരാം. മാവണി, മാവണി, എടാ മാവണി. നമുക്കിവനെ വെച്ചൊരു കളി കളിക്കും. ഇതെന്താ? ഇതെന്റെ കുതിരയുടെ ആർസി ബുക്കാണ്. കുതിരയുടെ? അതായത് ആ സ്കൂട്ടറിന്റെ. നമുക്കിതിന് ഏതെങ്കിലും ബ്ലേഡ് കമ്പനി പണയം വെച്ചേ ഇത്തിരി കാശ് കിട്ടുമെന്ന് നോക്കാം. വേണ്ട മോനെ, അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം.
നിന്റെ സൈക്കിൾ എവിടെ ഉണ്ടാ? ആ അതവിടെ എങ്ങനെ കാണും? ബാബു സത്യം പറ, നിന്റെ വാച്ച് എന്തിട്ടായത്? പറയടാ ബാബു. വിറ്റു. അച്ഛനും അമ്മയില്ലാത്ത ഞാൻ കൂടുതൽ പഠിക്കരുതായിരുന്നു. ലോ കോളേജ് ചേർന്നാണ് ആ കുഴപ്പമായത്. BA കഴിഞ്ഞിട്ട് വല്ല ജോലിക്ക് ശ്രമിച്ചാൽ മതിയായിരുന്നു. അതിന് നീ എന്തിനാടാ വിഷമിക്കുന്നേ? വാ, നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വരാം. ആ വാടാ, വാ. പിന്നി കിടന്ന് ചറവറ ഓണടിക്കണേ. ആ നമ്മുടെ ആ വിധവയാ. ആര് നമ്മുടെ കേരള എല്ലാം അവള് വെള്ളം കുടിപ്പിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ. ആ നോക്കോ നോക്കോ. അങ്ങനെ അത് കയറി പൊക്കോട്ടെ, അത് പൊക്കോട്ടെ. ആ പൊക്കോ വെച്ചേ. എന്നാ ഇവിടെ ഉണ്ട്. Mister, keep a BP and people sharp. നീ മനഃപൂർവ്വം ചെയ്തതല്ലേ? അല്ലെന്നേ. പിന്നെ ഇത്രയും വീതിയുള്ള റോഡിൽ വെച്ചൊരു ആക്സിഡന്റ് ഞങ്ങളൊന്നും കാണാത്ത പോലെ. സത്യമായിട്ടും അല്ലെന്നേ. ഇത് ഞങ്ങളുടെ അഭിപ്രായമല്ല, കോളേജ് മുഴുവൻ പറയുന്നതാ. നീ സൂക്ഷിച്ചോ, ലോ കോളേജിലെ പിള്ളേർ നിന്നെ കണ്ടാ വിടില്ല. അനുഭവിച്ചോടാ. അന്ന് ഞാൻ പറഞ്ഞപ്പോ നീ എന്താ പറഞ്ഞത്? അവളെ നീ വെള്ളം കുടിപ്പിക്കുന്നു അല്ലേ? ഇപ്പൊ ചേർന്ന് വെള്ളം കുടിക്കുന്നു. അയ്യോ എന്റെ അമ്മേ. നന്നായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? ആ ഇപ്പൊ നന്നായിട്ട് വയറ്റിന്ന് പോകണ്ട. സ്കൂട്ടിൽ വല്ലതും പറ്റിയോ? ചെറുതായിട്ടൊന്ന് പോറി. കോപ്പി വയ്ക്കാൻ മതി. ചുമ്മാ ഇരിക്ക്. താങ്ക്സ്, ഇറ്റ്സ് ഓൾ റൈറ്റ്. എന്ന് ഡിസ്ചാർജ് ചെയ്യാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എനിക്ക് 2 ദിവസം കഴിഞ്ഞാൽ പോവാ. പിന്നെ ആരെയും പോക്കാം. ഒരു 6 മാസം കൂടെ കഴിയുമെന്നാ തോന്നുന്നത്. എന്റെ ഈശോയെ, ഞാൻ എന്താ കേൾക്കണേ? 6 മാസോ? അന്ന് ഞാൻ സ്കൂട്ടറിൽ മുട്ടിയത്, കാർ ഓടിച്ചത്, ഇറ്റ് വാസ് ആൻ ആക്സിഡന്റ്. മനഃപൂർവ്വമല്ലായിരുന്നു. കൂട്ടുകാരികൾ എന്നെ കുറ്റപ്പെടുത്തുകയാണ്. അന്ന് നടന്ന സംഭവത്തിൽ എനിക്ക് ദുഃഖമുണ്ട്. എന്നോട് ക്ഷമിക്കൂ. അതിന് ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ഞങ്ങൾക്കതിൽ പരാതിയുമില്ല. പിന്നെ അന്ന് കൂട്ടുകാരികളുടെ ഇടയിൽ വെച്ച് ഞാൻ കുട്ടിയെ വിളിച്ചു ഓർക്കുന്നുണ്ടോ? കോളേജ് വെച്ച് നടന്ന സംഭവത്തിന് ക്ഷമ ചോദിക്കാനായിരുന്നു. ഐ എം വെരി സോറി അബൌട്ട് ദ ഇൻസിഡന്റ്. നന്ദി ഇറങ്ങട്ടെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണം കേട്ടോ. കൂട്ടുകാരോടൊക്കെ പറഞ്ഞ കേട്ടോ ഇങ്ങോട്ട് വരാൻ. ഞങ്ങളിവിടെ ബോറടിക്കാനേ. ചവി, ഈ ചെറ്റിക്കളി ഒരു ലൈനാണെന്ന് തോന്നണേ. പോടാ. നിനക്ക് എന്തിട്ട് അറിയാന്ന് കുരിശേ? ഇത് ലൈൻ തന്നെയാണ്.